സാധാരണ പ്രവർത്തകനായി ചെറുപ്പകാലം ചെലവഴിക്കുകയും അഭിവന്ദ്യനായ പാണക്കാട് PMSA പൂക്കോയ തങ്ങളുടെയും പിന്നീട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഒക്കെ സന്ദേശവാഹകനായും കാര്യനിർവഹണ കർമ്മ നിർവഹിക്കുന്ന വ്യക്തിയായും ഒക്കെ ബഹുമാനായ ശംസുൽ ഉലമാ കെ ഉസ്താദിനെയും അതുപോലെയുള്ള കോട്ടുമല ഉസ്താദിനെയും അന്നത്തെ പണ്ഡിതന്മാരെയും ഒക്കെ ചെന്നു കാണുകയും എന്നും സമസ്തയുടെ സമ്മേളനങ്ങളിലും അതുപോലെ തന്നെ സമ്മേളന പന്തൽ നിർമ്മാണത്തിൽ വരെ പങ്കെടുക്കുകയും ചെയ്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തൂവെള്ളക്കടൽ അനൽപമായ സന്തോഷമാണ് നൽകുന്നത് എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുക. സ്വാഗത പ്രസംഗത്തിൽ അഭിവന്ദ്യനായ ബാപ്പു മുസ്ലിയാർ ഇവിടെ പറഞ്ഞു, പരമ്പരാഗതമായി അനുസ്യൂതം നടന്നു വരുന്ന സമൂഹ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യതിയാനങ്ങളൊന്നും കൂടാതെ സംഘടിത ശക്തിയെ നിലനിർത്തിക്കൊണ്ട് അത് തീവ്രവാദത്തിലേക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് നിരക്കാത്ത തരത്തിലേക്കും ഒന്നും പോവാതെ മതബോധമുള്ള മതമൂല്യങ്ങളോട് ബോധമുള്ള മതവിദ്യാഭ്യാസവും അതേപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസവും നേടിക്കൊടുത്തുകൊണ്ട് സമൂഹത്തിനും നാടിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും കുടുംബത്തിനും രക്ഷിതാക്കൾക്കും ഉമ്മബാപ്പമാർക്കുമൊക്കെ വേണ്ടവരാക്കി പിഞ്ചുകുട്ടികളെ വളർത്തിക്കൊണ്ട് പുതിയ തലമുറകളെ വാർത്തെടുത്തുകൊണ്ട് അച്ചടക്കത്തോടുകൂടി ഒരു രാജ്യനിർമ്മാണം, ഒരു സമൂഹ നിർമ്മാണം നടത്തുക. ആ കർമ്മ നിർവഹണത്തിൽ യാതൊരു സംശയവും വേണ്ട, ഇന്ത്യ രാജ്യത്തെല്ലാവരും പരാജയപ്പെട്ടെടുത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിജയിച്ചിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഈ തൂവെള്ളക്കടൽ. മതബോധമുള്ള ഒരു സമൂഹത്തെ ചിട്ടയോടും അച്ചടക്കത്തോടും കൂടി ഉണ്ടാക്കിയപ്പോൾ തന്നെ അവരുടെ സംഘശക്തി രാജ്യനിർവഹണത്തിനും അതുപോലെ തന്നെ രാഷ്ട്രനിർമ്മാണത്തിനും പൊതു ഇടപെടലിലുമൊക്കെ ഉണ്ടാവാൻ വേണ്ടി രാഷ്ട്രീയ ശക്തി വേണം. അതിനൊന്നുണ്ട്, ഒന്ന് മതി, ഒന്നിൽ നിന്ന് പിന്നെയും മുളച്ചു പൊട്ടണ്ട എന്ന വീക്ഷണം ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുത്തു എന്ന് ബാപ്പു മുസ്ലിയാർ ഇവിടെ പറയുകയുണ്ടായി. ഒരേ സമയം ഇന്ന് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും അതേ അവസരം ആവശ്യമായ രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലുകൾക്ക് ആവശ്യമായ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളെയൊക്കെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞ കാല നേതാക്കന്മാർക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക്, പൂക്കോയ തങ്ങൾക്ക്, ബഹുമാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഒക്കെ സാധിച്ചുവെങ്കിൽ അന്നൊക്കെ അതിൻ്റെ മുന്നിൽ കുറേ മുന്നണി പോരാളികളുണ്ടായിരുന്നു. അത് വിഷയമല്ല. ഇന്നും ഇതിൻ്റെ മുമ്പിൽ ഞങ്ങളെപ്പോലൊക്കെയുള്ള കുറേ മുന്നണി പോരാളികളുണ്ട്. അത് മുന്നണി പോരാളികൾ മാത്രമാണ്. നേതൃത്വം ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരിലാണ്, ഈ ഇരിക്കുന്ന സംഘന്മാരിൽ നിന്നാണ്, ഈ ഇരിക്കുന്ന നേതാക്കന്മാരിൽ നിന്നാണ്. മുന്നണി പോരാളികൾ മാറും, പക്ഷേ ലീഡർഷിപ്പ് ഒന്നായിരിക്കും. അത് ബഹുമാന്യരായ പാണക്കാട് തങ്ങന്മാർ അതുപോലെ തന്നെ മുമ്പുപോയ നേതാക്കന്മാർ അവർക്ക് അവരുടെ കൂട്ടായ്മ സൃഷ്ടിക്കപ്പെടുന്ന ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്നാണ്. അതുകൊണ്ട് ആധികാരികമായ അഭിപ്രായം എന്തിനെക്കുറിച്ച് വേണമെങ്കിലും ഞങ്ങൾ തിരിയും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരിലേക്ക്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അങ്ങനെയേ ഇന്നലെ വരെ പോന്നിട്ടുള്ളൂവെങ്കിൽ ഇന്നും എന്നും വ്യതിചലിക്കേണ്ട സാഹചര്യമൊന്നുമില്ല, വ്യതിചലിക്കുന്ന പ്രശ്നവുമില്ല. രാജ്യത്ത് പല പ്രശ്നങ്ങൾ വന്നും പോയി ഒക്കെ, വിവാദങ്ങൾ വന്നും പോയി ഒക്കെ ഇരിക്കും. ഇവിടെ ബാപ്പു മുസ്ലിയാർ പറഞ്ഞു ഒരു ഘട്ടം വന്നു,
ഒരു കോടതി വിധി രാജ്യത്തെ ഇസ്ലാമിക വിശ്വാസം തന്നെ നിർത്താൻ സാധിക്കാത്ത വിധം നിയമം മാറുന്നതായ ഒരു ഘട്ടം വന്നു. അന്ന് അല്പസ്വല്പം അഭിപ്രായ വ്യത്യാസമുള്ളവരുമായാണെങ്കിലും വേദി പങ്കിടണം എന്ന് ശംസുൽ ഉലമ തീരുമാനിച്ചു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അങ്ങനെയുള്ള പൊതുപ്രവർത്തനത്തിൽ ഇരിക്കുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരും തന്ന സ്വാതന്ത്ര്യം, അതാണ് ഇവിടെ സമന്വയമുണ്ടാക്കിയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ ഇവിടെ ഇടപെടേണ്ടത് ഇടപെട്ടും കാര്യങ്ങൾ ചെയ്തുമൊക്കെ പോകാൻ സമസ്തയുടെ പ്രവർത്തകന്മാർ തന്നെയായ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പൊ തിരിച്ചറിവാണ്. ഈ ഇരിക്കുന്ന ജനതയ്ക്ക് തിരിച്ചറിവുണ്ട്. വേണ്ടത് അച്ചടക്കത്തോടുകൂടിയ മതപ്രവർത്തനം. അതാണ് ആയിരക്കണക്കിന് മദ്രസകളും ബാക്കിയുള്ളതും നിലനിർത്തി പോണം. അതേ അവസരം സംഘടിത ശക്തി നിലനിർത്തണം. ഓരോ സന്ദർഭത്തിൽ ഓരോന്ന് പറഞ്ഞ് സംഘടിത ശക്തികൾ ഇല്ലാതാക്കുന്നവരാരായാലും ശരി, വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ആരായാലും ശരി, അനാവശ്യ വിവാദങ്ങളുടെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആരായാലും ശരി, അവരോടൊക്കെ ഒരേ സമീപനമായിരിക്കും. ഈ പണ്ഡിതന്മാരും നേതാക്കന്മാരും തീരുമാനിക്കുന്ന എന്തോ അതായിരിക്കും അന്തിമമായി ഉള്ള നിലപാട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് പരമ്പരാഗതമാണ്. പരമ്പരാഗതമായി വന്നതൊന്നും മാറുന്നില്ല. പരമ്പരാഗതമായി വന്നൊന്നും മാറുന്നില്ല. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വേദിയിൽ രാഷ്ട്രീയം പറയല്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉൾക്കൊള്ളുന്ന മത കാര്യങ്ങളിലും അതുപോലെ തന്നെ ഉപദേശം വേണ്ട വിഷയങ്ങളിലുമൊക്കെ എന്ത് പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടെങ്കിലും ശരി, അവസാനം ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രബല രാഷ്ട്രീയ സംഘടന എന്നത് ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ അങ്ങനെയുള്ള ഒരു അഭിപ്രായം വേണ്ടി വന്നാൽ തീർച്ചയായും ഞങ്ങളെ നേതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് തിരിയാനാണ്, പണ്ഡിതന്മാരിലേക്ക് തിരിയാൻ. അതിൻ്റെതായ വിലയും നിലയും കൽപ്പിച്ചു പോവുക എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ഒരുപാട് സംഘർഷങ്ങൾ വർദ്ധിക്കാതിരിക്കാനുള്ള സമീപനം എടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസമില്ലാത്തവരുമായും ചില കൂട്ടായ്മകൾ വേണ്ടിവരും. അത് ബഹുമാനായ ശംസുൽ ഉലമ ഒക്കെ പറഞ്ഞതുപോലെ അതുപോലെയുള്ള ഈ രാജ്യത്തെ പല ഭൗതിക കാര്യങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ മറ്റുള്ളത് പലതിൽ വേണ്ടിവരും. പക്ഷേ ഇവിടെ ഈ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടാക്കി പോകുവാൻ നേതൃത്വം ഒരിക്കലും പാണക്കാട് തങ്ങന്മാരുടെ നേതൃത്വം തന്നെ സ്വീകരിച്ച് രണ്ടും സമസ്തയുടെയും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ നേതൃത്വം ഒന്നാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പരിധിയും പരിമിതികളും പാലിച്ച് മാത്രമേ ഞങ്ങളുടെയൊക്കെ പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ സംഘടിത ശക്തിയുടെ പ്രവർത്തനം ഇനിയും വളരട്ടെ, ഇനിയും വലുതാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും എല്ലാവർക്കും. വിശുദ്ധിയുടെയും പാണ്ഡിത്യത്തിന്റെയും പക്വമായ നേതൃഗുണത്തിന്റെയും നിറകുടം മുസ്ലിം കൈരളിയുടെ വരദാനം, മുൻഗാമികളായ സാത്വികരുടെ പാത പൂർണ്ണമായി പിൻപറ്റിയ ആത്മാർത്ഥതയുടെയും നിറജ്ഞാനത്തിന്റെയും ഉദാത്ത മാതൃക, സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ ഐതിഹാസികമായ 85ാം വാർഷിക സമാപന മഹാസമ്മേളനത്തിന്റെയും അധ്യക്ഷൻ റഈസുൽ ഉലമ കാളമ്പാടി ഉസ്താദ് അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ സാദരം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. يهدنا الصراط المستقيم صراط الذين أنعمت عليهم
غير المغضوب عليهم ولا الضالين آمين. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين. ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളവറുകളെ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവറുകളെ, മറ്റു സ്റ്റേജിമേലുള്ളതായിരിക്കുന്ന ഉലമാക്കളെ, ഉമറാക്കളെ, സദസ്യരായിരിക്കുന്ന മഹാന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തയുടെ 85-ാം വാർഷിക യോഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് ചെന്ന അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. മുമ്പൊരു കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അധ്വാനിച്ചതായിരിക്കുന്ന സ്വഹാബാക്കൾ, മഹാന്മാരായിരിക്കുന്ന ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ട് കുടുംബമില്ല, വീടില്ല, സന്താനങ്ങളെ നോക്കണില്ല, ഈ നിലക്ക് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മാത്രം ജിഹാദ് ചെയ്ത് കെട്ടിപ്പടുത്തുണ്ടാക്കിയ സംഘടനയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഈ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ യഈശ് മിൻകും മിൻ ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ അള്ളു അലൈഹാ ബിന്നവാജിബ്. എൻ്റെ പിറകെ നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ, പല ജാതി തോന്നിയാസനങ്ങൾ പറഞ്ഞുകൊണ്ട് പല വ്യത്യാസപ്പെട്ടതായിരിക്കുന്ന പാർട്ടികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ കണ്ടുവരുമ്പോൾ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എൻ്റെ സുന്നത്ത്, ബഹുമാനപ്പെട്ട ഖുലഫാഉ റാഷിദീങ്ങളുടെ നടപടിക്രമം, ഇത് നിങ്ങൾ മുറുകെ പിടിക്കണം. വഅള്ളു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകളെ കൊണ്ടിട്ട് അത് കടിച്ചു പിടിക്കണം. മരം വലിക്കുന്ന ആനകൾക്കുണ്ട്, ബക്ക കൊടുത്താൽ ആ മരത്തിന് കയറ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ കോട്ടുവല്ലുകളെ കൊണ്ട് കടിച്ചു വലിക്കുന്നത് പോലെ വഅള്ളു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ടിട്ട് മുറുകെ പിടിക്കണം എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചു. ആ ഉപദേശത്തിൻ്റെ കാര്യം ആലോചിച്ചാൽ വളരെയധികം കുഴപ്പങ്ങളും ഫിത്നകളും ജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും പലതും ഉടലെടുത്തിട്ടുണ്ട്. ഈ ഉടലെടുത്തതായിരിക്കുന്ന സന്ദർഭത്തിലെല്ലാം ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എൻ്റെ സുന്നത്ത്, ബഹുമാനപ്പെട്ട 4 ഖലീഫന്മാരുടെ സുന്നത്തുകൾ, ഇത് നിങ്ങൾ മുറുകെ പിടിക്കണമെന്നാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ഖുലഫാഉ റാഷിദിൻ്റെ കാലത്തും കാണാത്തതും കേൾക്കാത്തതുമായ പല ജാതി പ്രസ്ഥാനങ്ങൾ ഇവിടെ ലോകത്തുടലെടുത്തു. അതിൻ്റെ ചില ഭാഗങ്ങളാണ് കേരളത്തിൽ ഉൾക്കൊള്ളിച്ചത്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വാഗത പ്രസംഗത്തിൽ കേൾക്കാൻ കഴിഞ്ഞു. പല ജാതി ഭിന്നിപ്പുകളും ഓരോ മഹല്ലത്തുകളിലും സമുദായത്തിനെ തമ്മിൽ തല്ലിച്ച് സ്റ്റേഷനിലും മറ്റും കൊണ്ടേ ഏൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊക്കിക്കൊണ്ട് ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊന്നും തലടാതെ കണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലകൊള്ളുന്നതായിരിക്കുന്ന ആശ്രയത്തിനോട്, പദ്ധതിയോട് പരിപൂർണമായി യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു നയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നല്ല കട്ടറപ്പോടുകൂടെ തെരുമാറാവട്ടെ. 5 നേരത്തെ നമസ്കാരത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ഈ ആയത്ത്
ഒരു ദിവസം 5 പ്രാവശ്യത്തെ നിസ്കാരത്തിൽ ഓരോ റക്അത്തുകളിലും സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധം. 17 പ്രാവശ്യം മുസ്ലിമായ മനുഷ്യൻ ഈ ആയത്ത് ഓതുന്നുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക്, ശരിയായ മാർഗത്തിലേക്ക് പടച്ചവനെ ഞങ്ങളെനിക്ക് നേർവഴിയാക്കുക. എന്നത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്തു കൊടുത്ത് അനുഗ്രഹം ചെയ്തു കൊടുത്തതായിരിക്കുന്ന ആ മഹാന്മാരുടെ വഴിയിലേക്ക് ഞങ്ങളെ നേർവഴിയാക്കുക എന്ന് 17 പ്രാവശ്യം ഒരു മുസ്ലിമായ മനുഷ്യൻ ദിവസം തോറും പറയുന്നു. എന്തിനാണതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേർവഴിയാക്കുക എന്നാണ് പറയുന്നത്. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഇഹ്ദിനി, എന്നെ നേർവഴിയാക്കുക എന്ന് അവിടെ പറയണില്ല. അത് പരിശുദ്ധ ഖുർആനെ അലങ്കോലപ്പെടുത്തലാണ്. ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും കൂട്ടമായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ഇഹ്ദിന, ഞങ്ങളെ നേർവഴിയാക്കുക, ഞങ്ങളെ നേർവഴിയാക്കുക എന്നാണ് ഓരോ മുസൽമാന്മാർ, ആണുങ്ങളും പെണ്ണുങ്ങളും പറയുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായിരിക്കുന്ന ആരിഫീങ്ങൾ ഭൂമി ലോകത്ത് സദാസമയത്തും ഇബാദത്തെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മഹന്മാരുടെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ടതായിരിക്കുന്ന എന്നെ, എൻ്റെ പ്രവർത്തനം നീ അംഗീകരിക്കണം പടച്ചവന്. അവരുടെ കൂട്ടത്തിൽ എന്നെ ഇതിൽ ഉൾപ്പെടുത്തണം. ഇതാണ് സാക്ഷാൽ ഈ സൂറത്ത് ഓതി ദ്വാരക്കുന്നതിൻ്റെ ഉദ്ദേശം. അവിടെ ഏകനാണോ കൂട്ടമാണോ എന്ന് നോക്കണില്ല. ഓരോരുത്തരും പറയുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നാണ്. വെറ്റില കച്ചവടം ചെയ്യുന്ന മുറുക്കാൻ പീടിയിൽ ചെന്നാൽ കാണും, വെറ്റില പാക്ക് ഇങ്ങനെ എടുത്തു നോക്കിയാൽ, പുറമേത്തിൽ നോക്കിയാൽ മുഴുവൻ വലിയ വെറ്റില. അത് ഇവന്നിങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് നോക്കിയാൽ ഉള്ളിൽ ചെറിയതുണ്ടാവും. ഈ വലിയ വെറ്റിലൻ്റെ വിലയാണല്ലോ ആ ചെറിയ വെറ്റിലക്കും കണക്കാക്കിയിട്ടുള്ളത്. അതും അതിൻ്റെ കൂട്ടത്തിലാണ് പോവുക. ഇതേ കർമ്മത്തിൽ പാവപ്പെട്ടതായിരിക്കുന്ന ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ ഞങ്ങളെ നേർവഴിയാക്ക്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഇജ്ജ് അനുഗ്രഹം ചെയ്തു കൊടുത്ത മഹന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നേർവഴിയാക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റക്കാണെങ്കിലും കൂട്ടമായിട്ടാണെങ്കിലും ആ മഹത്തുക്കളുടെ ശഫാഅത്ത് ബർക്കത്ത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും രക്ഷ നൽകണം എന്നാണ് സൂറത്തുൽ ഫാത്തിഹയിലെ ചെറിയൊരുള്ളടക്കം. കൂടുതൽ വിശദീകരണമല്ല. ഈ നിലയിൽ ബഹുമാനപ്പെട്ട മുസൽമാന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഈ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ കഴിഞ്ഞു പോയതായിരിക്കുന്ന മഹന്മാരെയും നിലവിലുള്ള മഹന്മാരെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ ദ്വാരന്ന് നമസ്കാരം നിറവേറ്റി. ഓരോ നമസ്കാരത്തിലും ഇത് പറയുന്നുണ്ട്. ളുഹർ നമസ്കാരത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അസറിൻ്റെ ഇടയിൽ കുറഞ്ഞ ടൈമേ ഉള്ളൂ. ഇങ്ങനെ 5 നമസ്കാരത്തിലും പറയുന്നുണ്ട്. അതെന്താ? ഓരോ നമസ്കാരവും കഴിഞ്ഞാൽ പിറ്റേ നമസ്കാരത്തിൻ്റെ ഇടയിൽ പിശാചുബനെ പിടിച്ചങ്ങാണ്ട് സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ നിന്ന് തെറ്റിക്കും, ജഹന്നമിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. ആ തെറ്റിക്കുന്ന തെറ്റലിൽ പെടരുത്. ഇതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ തത്വം. ഏതൊരു മനുഷ്യനാണെങ്കിലും സിറാത്തുൽ മുസ്തഖീമായ വഴിയിലേക്ക് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഘടവും ബലവും നിന്നിട്ട് ശൈത്താന്മാരാ മുസ്ലിമായ മനുഷ്യനെ യഥാർത്ഥ മതത്തിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തെറ്റിപ്പിക്കുക. ഈ പിശാചുകൾ മനുഷ്യൻ്റെ കൂട്ടത്തിലുള്ള പിശാചുകളുമുണ്ട്, ജിന്ന് ശൈത്താന്മാരുടെ കൂട്ടത്തിലുള്ള പിശാചുകളുമുണ്ട്. ഏത് ജാതിയാണ് മനുഷ്യനെ പിടിച്ച് വലിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. അതിനാൽ 5 നേരത്തെ നമസ്കാരത്തിലും ഈ ദുആനെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഇജ്ജ് അനുഗ്രഹം ചെയ്തു കൊടുത്ത മഹന്മാരുടെ വഴിയിലേക്ക് ഞങ്ങളെ നേർവഴിയാക്കണേ എന്നുള്ളതായിരിക്കുന്ന ദുആ പഠിപ്പിച്ചത്. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിൽ പല ജാതി കുഴപ്പങ്ങളും പല ജാതി ഭിന്നിപ്പുകളും
ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ കേൾക്കാൻ സാധിച്ചു. തറാവീഹിനെ കെട്ടാക്കുക, വെള്ളിയാഴ്ച പരിശുദ്ധമായ മിമ്പറയിൽ വെച്ചിട്ട് ജനങ്ങൾക്ക് തിരിണ ഭാഷയിൽ പ്രസംഗിക്കുക, ഇങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന പല കാര്യങ്ങളും ഇതിനൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതാത് സമയത്ത് വളരെയധികം ആഴമായി ചിന്തിച്ച് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ശരിക്കും മനസ്സിലാക്കി പൊതുജനങ്ങളായ ജനങ്ങൾക്ക് വിവരം കൊടുക്കും. ഇഞ്ഞതിഞ്ഞത് തെറ്റാണ്, അതിൽ പെടരുത്. ഇത് അംഗീകരിച്ചതായിരിക്കുന്ന മഹന്മാരായ മഹല്ലത്തുകാരാണ് ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല ജാതി സംഭവങ്ങളിലും സമസ്ത തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു ഖുതുബ പരിഭാഷ മാത്രമല്ല, തറാവീഹ് മാത്രമല്ല, പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കയറ്റിക്കൊണ്ടുപോവുക, 5 നേരത്തെ നമസ്കാരത്തിനും ജുമാഅക്കും ഈ വക പ്രവർത്തനങ്ങളൊക്കെ നാട്ടിൽ ഇവിടെ ഉത്ഭവിച്ചു. അതൊക്കെ അതാത് സമയത്ത് സമസ്ത കേരള പൊതുജനങ്ങൾക്ക് ഇത് തെറ്റാണ്, ഇത് പിന്മാറണം, അതിനോടനുസരിക്കരുത് എന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവസാന കാലം വന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹത്തിലുള്ള അജിസാകൾ, അവിടെ ഉടുവടയായിട്ട് ധരിച്ച വസ്ത്രങ്ങൾ, അവിടെ ഉപയോഗിച്ച മെതേടികൾ, കൊണ്ടു നടന്ന വടികൾ, സർവ്വസാധനങ്ങളും ബഹുമാനപ്പെട്ട അംബിയാ മുർസലീങ്ങളുടെ കൈവശത്തിലുണ്ടായിരുന്ന സാധനങ്ങൾക്ക് ബഹുമാനമുണ്ട്, അതിനിക്ക് പുണ്യമുണ്ട്, അത് ബർക്കത്തെടുക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന ഘട്ടത്തിൽ ഹജ്ജത്തുൽ വദാഇൽ മുടി കളയിപ്പിച്ചു. മഹാനായിരിക്കുന്ന അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു സഹാബാക്കൾക്ക് ആ മുടി വിതരണം ചെയ്തു കൊടുക്കാൻ. ഇങ്ങനെ സംഭവം ബുഖാരി മുസ്ലിം പോലത്തെ ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മുടി കൈവശം വെച്ചതായിരിക്കുന്ന ആളുകൾ ലോകത്ത് ആ കാലത്ത് പലവരുമുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ കാണുന്നത് അവർ മരണപ്പെട്ടു പോകുന്ന നേരത്ത് കഫംപടയിൽ അവരെ കൈവശത്തിലുള്ള മുടി വെച്ചിങ്ങാണ്ട് കബറടക്കം ചെയ്യൂ എന്ന. ഏതെങ്കിലും ആവട്ടെ, ഈ കാലം വരെ അങ്ങനെ ബഹുമാനപ്പെട്ട നബിയുടെ ദേഹത്തിലുള്ള ഒരു മുടി എവിടെയും പ്രത്യക്ഷപ്പെടാതെ ഇപ്പം കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ ഒരു മുടിക്കെട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെ സംബന്ധിച്ച് പല ഭാഗത്തിൽ നിന്നും പല ധ്വനികളും ചോദ്യങ്ങളും. എവിടെ വീണാലും ഫോണാണ്, ഫോണിൽ വിളിച്ചു ചോദിക്കാം. എവിടുന്നാ ചോദിക്കുന്നത്? മലപ്പുറത്തുള്ള ആൾ തന്നെയാണ് ചോദിക്കുന്നത്. എവിടുന്നാന്ന് ചോദിച്ചാൽ ദുബായിൽ നിന്നാണ്, മക്കത്തു നിന്നാണ്, മസ്കത്തു നിന്നാണ്. ഈ നിലക്കുള്ള മറുപടിയും പറഞ്ഞ് പലവരും പൊതുജനങ്ങളായിരിക്കുന്ന മനുഷ്യന്മാരെ വഴികേടിലേക്കാക്കുക. എന്നാൽ ഈ അങ്ങനൊരു സാധനം റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെ ഒരു മുടിക്കെട്ട് അനന്തരാവകാശമായി കൈവശമായിട്ട് ഇതുവരെ ഏതാളെടുത്താണ് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. ആ വക നൂറ്റാണ്ടുകളിലൊന്നും ഇതിനെ സംബന്ധിച്ച് യാതൊരു വർത്തമാനവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കണം. മഹാനായിരിക്കുന്ന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ റളിയല്ലാഹു അൻഹു ഫതാബുൽ കുബ്രയിൽ മഹാനവറുകൾ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ അടുത്തൊരു മുടി ഉണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അയാളത് ഉപയോഗിച്ചിരുന്നു, അയാളെ ശേഷക്കാർ. ഇങ്ങനെ ചുരുക്കം ചില വിഷയങ്ങളൊക്കെ കാണുന്നു എന്നല്ലാതെ ഇത്തരത്തോളം ഒരു മുടിക്കെട്ട് കൊണ്ടിറക്കുന്നതായിരിക്കുന്നൊരു പരിപാടി കാണുന്നില്ല. പിന്നെ അതിനെ സംബന്ധിച്ച് നാട്ടിൽ ജനങ്ങളിടയിൽ അത് വലിച്ചു പൊളിച്ചിട്ട് പല ജാതി ഒച്ചപ്പാടുകളും മറ്റും ഉണ്ടാക്കിയത് കൊണ്ടിട്ട് എന്ത് കാര്യം? അതിൻ്റെ പേരിൽ എത്ര തല്ലും പക്കാണും വഴക്കും പക്കാണും ഉണ്ടായി തീർന്നു. നല്ലതായൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ എത്ര നന്നു. ആ വക യാതൊരു വിഷയവുമില്ല. ഏതാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമനെ കൊണ്ടിട്ട് തീരുമാനമെടുപ്പിച്ചു. അതിൻ്റെ സാക്ഷാൽ അടിസ്ഥാനം വെളിപ്പെട്ട് മനസ്സിലാകുന്നതുവരെ പൊതുജനങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അതിൻ്റെ വൈകാല പോകരുത് എന്ന് സമസ്ത പ്രഖ്യാപിച്ചു.
ഇതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പല കാര്യങ്ങളിലും സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ പലതിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതാണ് സമസ്തയുടെ നില. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനങ്ങളിൽ നടപ്പാക്കി കൊടുക്കുന്ന പ്രവൃത്തി വലാദിയത്തിൻ്റെ പ്രവൃത്തിയല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവൃത്തിയാണ്. ശരിയായ അടിസ്ഥാനങ്ങൾ പരിശോധിച്ച് അതിൻ്റെ രേഖയും മറ്റും അന്വേഷണം ചെയ്ത് വളരെ കാലം വെച്ച് ആലോചിച്ചിട്ടും മറ്റുമാണ് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആലുവായിക്കാരൻ ഒരു യൂസുഫ് സുൽത്താൻ ഒരു തെരീഖത്തും കൊണ്ട് പുറപ്പെട്ടു. വളരെയധിക കാലം പല സ്ഥലത്തും പല മഹാന്മാരായിട്ടും ബന്ധപ്പെട്ടിട്ടും പല റെക്കോർഡുകൾ പരിശോധിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ തെരീഖത്തിനെ സംബന്ധിച്ച് ഒരു രോമത്തിൻ്റെ കതിര് കണ്ട് സത്യാവസ്ഥ ഉണ്ടോ ഇല്ലേ എന്ന് സമസ്ത പരിശോധിച്ചു. അത് പരിശോധിച്ചിട്ട് ഇല്ല എന്നാ മനസ്സിലായത്. അത് ജനങ്ങൾക്ക് വിവരം കൊടുത്തു. രണ്ടും തന്നെ അത് കെട്ടടങ്ങി ചെയ്തു. ഇങ്ങനെയാണ് പല ജാതി ഫിത്തനകളും കാലാവസാനമാണ് വരുന്നത്. പല ജാതി ഫിത്തനകളും പുറപ്പെട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ വയ്യാലെന്നും മനുഷ്യന്മാർ ഓടിക്കൂടരുത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്താണോ തീരുമാനമെടുക്കുന്നത്, അവർ എന്താ പറയുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നത് നന്നു. അത് ആലോചിച്ചിട്ട് അവർ പറയുന്നതായ പറച്ചിലിനനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെ പൂർവീകന്മാരായിരിക്കുന്ന മഹന്മാർ കഴിഞ്ഞുപോയതായിരിക്കുന്ന ആ നടപടി കർമ്മത്തിൽ അവസാനം ഈമാൻ കിട്ടി മരണപ്പെട്ടു പോകുന്ന സാലിഹ്യങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.